ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു കേര തലക്കറിയാണ്. അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ്: കഴുകി വൃത്തിയാക്കിയ കേരത്തലയുടെ കഷ്ണങ്ങൾ, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 കഷ്ണം കുടംപുളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില. നമ്മൾ ഗ്യാസിലാണ് ഇത് ചെയ്യുന്നത്. ഗ്യാസ് കത്തിച്ചു, മൺചട്ടി വയ്ക്കുന്നു. ചട്ടിയിലാണ് വയ്ക്കുന്നത്. ചട്ടിയിൽ വയ്ക്കുമ്പോഴാണ് കറിക്കൊക്കെ ഒരു ടേസ്റ്റ് വരുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 2 നുള്ളു ഉലുവ കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ കഴുകി അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ കൂടെ അതിനകത്തോട്ടിട്ട്, കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വച്ചേക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതിലേക്കിട്ട് കൊടുക്കണം. അതിലേക്കിട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ച് അതിൻ്റെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വരണം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാം. കുടംപുളി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തലക്കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തലക്കഷ്ണം അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് അരപ്പ് എല്ലാ കഷ്ണങ്ങളിലും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം നമ്മളിതിലേക്ക് തിളച്ച വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത്. പച്ചവെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നില്ല, തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഷ്ണങ്ങളിൽ അരപ്പ് നന്നായിട്ട് എല്ലായിടവും ആകുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ബാക്കിയുള്ള കറിവേപ്പില കൂടെ ഇട്ട് അതിന് ശേഷം അത് നമ്മൾ മൂടി വയ്ക്കുകയാണ്. മൂടി വെച്ച് വേവിക്കാം. പെട്ടെന്ന് തന്നെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.